ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. വൈറലായിക്കൊണ്ടിരിക്കുന്ന ജാപ്പനീസ് ജെല്ലി കോഫിയുടെ റെസിപ്പി നമുക്കിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഇത് എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് ആ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂൺ ജെലാറ്റിൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജെലാറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ജെലാറ്റിൻ ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കണ്ടത്. മുമ്പ് ഒരു പുഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ജെലാറ്റിൻ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ജെലാറ്റിൻ അങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങനെ സെറ്റായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ റിസ്ക് എടുക്കേണ്ട. നമുക്കിതിനെ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം, മെൽറ്റ് ചെയ്യാനുള്ള ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് കോഫിയിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് എടുക്കാം. കുറച്ചൊരു സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് കണ്ടതിന് ശേഷം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജെലാറ്റിൻ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ജെലാറ്റിൻ മിക്സ് തണുക്കുന്നതിന് മുമ്പ് ചൂടോടെ തന്നെ നമുക്ക് ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം മാത്രം നമ്മളിത് നിറച്ച് കൊടുക്കുക. പകുതി ഭാഗത്തോളം നമ്മൾ നിറച്ച് കൊടുത്തു. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയും കോഫി പൗഡറും ജെലാറ്റിനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് പോലെ നല്ലപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കണം. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ട് നിങ്ങൾക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാം. സമയക്കുറവുള്ളവരാണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ സെറ്റായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് എങ്ങനെയാണ് സെറ്റായി വരുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാനത് ഫ്രീസറിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിതിനെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് നമുക്കിതിനൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ആ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പാല് തിളപ്പിച്ചെടുക്കാം. 1 കപ്പ് പാല് ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് പാല് തിളയ്ക്കാനായിട്ട് വെച്ചു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കണ്ടൻസ് മിൽക്ക്, അതിപ്പോൾ മധുരത്തിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു കോഫിയുടെയും ഒരു ഫ്ലേവറും ഒക്കെ ഉള്ളപ്പോൾ ആ ഒരു മധുരം അധികമായിട്ട് നമുക്കങ്ങനെ തോന്നില്ല. അതുകൊണ്ട് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാലിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറുന്നവരെ നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. കാരണം തിളച്ച ചൂടോടെ നമുക്ക് തണുപ്പായിട്ടുള്ള സാധനത്തിലേക്ക് മിക്സ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ആ ചൂടൊന്ന് ആറുന്നവരെ നമുക്ക് പാല് കാച്ചി ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മളെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ ജെല്ലി സെറ്റായിട്ടുണ്ട്. കോഫി ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മെൽറ്റ് ചെയ്ത് ചേർത്ത ജെലാറ്റിൻ ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മളുടെ ജെല്ലി കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സ് ചെറു ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. മുകളിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആ ഒരു 2 ലെയറും സെപ്പറേറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ അകത്തുള്ള ജെല്ലി പീസുകളായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റണം. ആ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ആ ഒരു ജെല്ലിയും ഈ കോഫിയുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം.
അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കോഫിയുടെ ആ ഒരു ജെല്ലിയും ആ ഒരു പാലിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.